അർജന്റീന ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം തുണച്ച ടീമാണ്. അതോ കറുത്ത കരങ്ങളാൽ മാത്രം വിജയം നേടിയെടുത്ത ടീമോ? ഈജിപ്തുമായി നടന്ന മത്സരശേഷം സോഷ്യൽ മീഡിയ രണ്ടായി. ഒരു വിഭാഗം പറയുന്നു റഫറി അർജന്റീനയെ സപ്പോർട്ട് ചെയ്തു എന്ന്. എന്നാൽ മറുവിഭാഗം പറയുന്നു ഇല്ല, എല്ലാം കൃത്യമായ നിയമങ്ങളിലൂടെ മാത്രമാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന്. പക്ഷെ ഒരു ചോദ്യം, ഇത് ഇന്നലെ മാത്രം തുടങ്ങിയ കഥയാണോ? അല്ല, വർഷങ്ങളായി അർജന്റീനയെ ലോകകപ്പിൽ പിന്തുടരുന്ന ഒരു ചർച്ചയാണിത്. 1978 മുതൽ 2026 വരെ ഓരോ ലോകകപ്പിലും അർജന്റീനയോടൊപ്പം ചില വിവാദങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇവിടെ വിധി പറയാനല്ല പോകുന്നത്, മറിച്ച് ചരിത്രം എന്താണ് പറയുന്നത് എന്ന് പരിശോധിക്കുക മാത്രം. വർഷം 1978, അർജന്റീനയുടെ സ്വന്തം മണ്ണിൽ വെച്ച് നടന്ന ലോകകപ്പ്. അതിൽ സെമിയിൽ അർജന്റീനയ്ക്ക് പെറുവിനെതിരെ വലിയ മാർജിനിലുള്ള ഒരു വിജയം അനിവാര്യമായിരുന്നു. അവസാനം സ്കോർ 6-0. അന്ന് മുതൽ ലോക ഫുട്ബോൾ ഒരു ചോദ്യം അലയടിക്കാൻ തുടങ്ങി. ഇത്രയും വലിയൊരു വിജയം സ്വാഭാവികമായിരുന്നോ? അതോ ഇതിന് പിന്നിൽ വല്ല രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിരുന്നോ? കാരണം ആ സമയത്ത് അവിടെ നിലനിന്നിരുന്ന പട്ടാള ഭരണത്തിന്റെ ക്രൂരതകൾ മറച്ചു വെക്കാൻ അവർക്കൊരു വേൾഡ് കപ്പ് വിജയം അനിവാര്യമായിരുന്നു. പക്ഷേ അന്നും ചിലർ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിലകൊണ്ടു. വർഷങ്ങൾക്ക് ശേഷം പെറുവിലെ താരങ്ങൾക്ക് നൽകിയ വെള്ളത്തെക്കുറിച്ചും പല ആരോപണങ്ങൾ ഉയർന്നു വന്നു. എന്നാൽ നാളിതുവരെ ഇത് തെളിയിക്കുന്ന ഔദ്യോഗിക വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിവാദമായി ഇന്നും നിലകൊള്ളുന്നു. വർഷം 1986, ലോക ഫുട്ബോളിലെ ഏറ്റവും പ്രശസ്തമായ വിവാദം, ഹാൻഡ് ഓഫ് ഗോഡ്. അതെ, മർഡോണയുടെ കൈതട്ടിയുള്ള ആ ഗോൾ. പക്ഷെ അത് റഫറി മാത്രം കണ്ടില്ല, അത് ഗോളും അനുവദിച്ചു. ആ കളിയിൽ തന്നെ മറഡോണ ഫുട്ബോൾ ചരിത്രത്തിൽ എക്കാലത്തെയും മികച്ച ഒരു ഗോളും കണ്ടെത്തുകയുണ്ടായി. ഒരേ മത്സരത്തിൽ ഏറ്റവും വലിയ വിവാദവും ഏറ്റവും മനോഹരമായ ഒരു ഗോളും പിറന്നു. 1990 ബ്രസീലിനെതിരായ പ്രീ ക്വാർട്ടർ മത്സരം. ആ മത്സരത്തിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബ്രാങ്കോ എന്ന ബ്രസീലിന്റെ കളിക്കാരൻ. അദ്ദേഹം ഒരു ഇടവേളയിൽ അർജന്റീനൻ കളിക്കാരിൽ നിന്ന് അവർ നൽകിയ ഒരു കുപ്പിവെള്ളം കുടിക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിന്റെ പെർഫോമൻസ് താഴോട്ട് പോയി. വർഷങ്ങൾക്ക് ശേഷം സാക്ഷാൽ മറഡോണ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി, അന്ന് ബ്രാങ്കോയ്ക്ക് നൽകിയ കുപ്പിവെള്ളത്തിൽ ഞങ്ങൾ മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ടായിരുന്നു. അത് ലോക ഫുട്ബോളിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി. പിന്നീട് ബ്രാങ്കോയും ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഫിഫ ഇതിനെതിരെ ഔദ്യോഗികമായി കുറ്റം തെളിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നും വലിയൊരു ചോദ്യചിഹ്നമായി ഇത് നിലനിൽക്കുന്നു. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം അർജന്റീനയെ വീണ്ടും മറ്റൊരു വിവാദങ്ങളിലേക്ക് തള്ളിവിട്ടത് 2022 വെച്ച് നടന്ന വേൾഡ് കപ്പായിരുന്നു. അത് സോഷ്യൽ മീഡിയ അക്ഷരാർത്ഥത്തിൽ തീപിടിപ്പിച്ചു. പെനാൽറ്റികൾ, ഓഫ് സൈഡുകൾ, റഫറിയുടെ മോശമായ തീരുമാനങ്ങൾ, നെതർലാൻഡിനെതിരായ മത്സരം, ഫൈനലിലെ റഫറിയുടെ തീരുമാനങ്ങൾ, ഇതെല്ലാം സോഷ്യൽ മീഡിയയെ ചൂട് പിടിപ്പിച്ചു. ഒരു വിഭാഗം ആളുകൾ റഫറി അർജന്റീനയെ ഫേവർ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. എന്നാൽ മറ്റു ചിലർ അങ്ങനെയൊന്നുമല്ല, നിയമപ്രകാരമുള്ള തീരുമാനങ്ങൾ മാത്രമാണ് എടുത്തത് എന്ന് വാദിച്ചു. അതുകൊണ്ട് തന്നെ ആ ചർച്ചയ്ക്ക് ഇന്നും ഒരു വിരാമമായിട്ടില്ല. ഇന്നലെ ഈജിപ്തിനെതിരായ മത്സരത്തിന് ശേഷം ഇതേ ചോദ്യങ്ങൾ ഇവിടെ വീണ്ടും അലയടിക്കുകയാണ്. ശരിക്കും റഫറി അർജന്റീനയെ ഫേവർ ചെയ്യുന്നുണ്ടോ? അതോ ഇതെല്ലാം വെറും തിയറികൾ മാത്രമാണോ? ഇവിടെ ഞാൻ അർജന്റീനൻ ടീമിനെ കുറ്റപ്പെടുത്താനോ അതോ ഒരു വിധി പറയാനോ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്തത്. ചരിത്രത്തിൽ നടന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് ചെയ്തത്. ഇവിടെ വിധി പറയേണ്ടത് നിങ്ങളാണ്. ഏതാണ് ഫുട്ബോൾ ചരിത്രം കണ്ട ഏറ്റവും വലിയ കോൺട്രവേഴ്സി? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം വിക്കി ബ്രോ. നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം.